വെൽ ഡൺ കാർത്തിക. അഭിരാമിന്റെ ടെൻഡർ കൊട്ടേഷൻ നീ കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. നിന്നെ എങ്ങനെ പ്രശംസിക്കണമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ ആദിത്യ. നീ എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ? ഈ കോട്ട് എന്താണെന്നറിയോ? ബ്രഹ്മാസ്ത്രമാണ്. ഇത് കിട്ടിയതോടെ ഈ ആദിത്യ ഈവന്റ്സ് കമ്പനിയുടെ ജാതകമേ മാറാൻ പോവാണ്. ഇനി മുതൽ ഈ സ്റ്റേറ്റില് നമ്മളായിരിക്കും നമ്പർ 1 ഈവന്റ് ഓർഗനൈസർ എന്ന പേര് നേടാൻ പോകുന്നു. ഈ കോട്ടിനേക്കാൾ നമ്മൾ ജസ്റ്റ് 10 രൂപ കുറച്ച് കോട്ട് ചെയ്താലും മതിയാവും. ടെൻഡർ നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഓൾമോസ്റ്റ് നമ്മൾ ജയിച്ചു കഴിഞ്ഞു കാർത്തിക. ഈ സക്സസിന് കാരണം നീയാണ്. ഞാനോ? നിനക്ക് ഇത്രയും സാമർഥ്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു നീ. നിന്റെ ടാലന്റ് എക്സലന്റ്. നീ ഒരു ജീനിയസ് ആണ്. താങ്ക് യു ആദിത്യ. ഇത്ര ഈസി ആയിട്ട് ഈ കോട്ട് എന്റെ കയ്യിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കാർത്തിക. ഇത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുമായിരുന്നു. ഇനി മുതൽ ഈ ഓഫീസിന്റെ പകുതി നിനക്കായിരിക്കും. എനിക്ക് ശേഷം നീ ആയിരിക്കും ഈ ഓഫീസിന്റെ ബോസ്. ആദിത്യ ഈവന്റ്സിന്റെ ഹാഫ് ഓണർ നീ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ആദിത്യ. ടെൻഡറിന് സമയമായി. ഉടനെ തന്നെ നമുക്ക് കോട്ട് തയ്യാറാക്കണം. ടെൻഡർ നമുക്ക് സ്വന്തമാക്കാം. അല്ല, നീ ഇത് കൊണ്ടുവന്ന കാര്യം മറ്റാർക്കും അറിയില്ലല്ലോ. അല്ല, ആരുടെ കണ്ണിലും പെടാതെയാണല്ലോ കൊണ്ടുവന്നത്. ആർക്കും അറിയില്ല, ആരും കണ്ടതുമില്ല. വെരി ഗുഡ്. ടെൻഡർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഇത് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഷുവർ, ഞാൻ ആരോടും പറയില്ല. നിങ്ങളും ആരോടും പറയണ്ട. പിന്നെ ഒരു കാര്യം, അഭിരാം ഈ ടെൻഡർ അയാളുടെ അനിയൻ അഖിൽ, അതായത് നിന്റെ ഹസ്ബൻഡിന്റെ പേരിലായിരിക്കും കോട്ട് ചെയ്യുന്നത്. ടെൻഡർ നമുക്ക് വന്ന നിന്റെ ഹസ്ബൻഡ് ആയിരിക്കും തോൽക്കുന്നത്. നിനക്കതില് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. മറ്റന്നാ വരെ അഖിൽ എന്റെ ഹസ്ബൻഡ് ആയിരിക്കും. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യും. അപ്പോ നിങ്ങൾ രണ്ടുപേർക്കും ഒരു റിലേഷനും ഉണ്ടാവില്ലല്ലോ. ആം ഐ റൈറ്റ്? യെസ്. ഡിവോഴ്സിന് ശേഷം അവൻ അവന്റെ വഴി, എനിക്ക് എന്റെ വഴി. സൂപ്പർ കാർത്തിക. നിന്റെ ഈ ഡിറ്റാച്ച്മെന്റ് ആണ് എനിക്ക് വേണ്ടത്. ഓൾറെഡി അഖിൽ ഇപ്പോൾ വീൽ ചെയറിലാണ് ഉള്ളത്. ഇതോടുകൂടി അവന്റെ അവസ്ഥ കിടപ്പിലാവും. ലൈഫ് ലോങ് ICUവിലായിരിക്കും. ഇനി ആ അഭിരാമിനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ഭഗവാനെ, എന്റെ അഖിൽ അന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ നല്ല പ്രതിഫലം കൊടുത്തു. ഇന്നും അവന്റെ കൂടെ തന്നെ നിന്ന് അവന് തന്നെ ടെൻഡർ കൊടുക്കണം. ഓൾ ദി ബെസ്റ്റ് അഖിൽ. നീ ജയിച്ചു വരും. എല്ലാം എടുത്തിട്ട് ബ്ലെസ്സിങ് ആണ്. അന്നും ഇതുപോലെ അനുഗ്രഹിച്ചിട്ടാ എന്റെ ഡിസൈൻസ് ഓക്കെ ആയത്. ഇന്നും അതുപോലെ ടെൻഡറും നിനക്ക് തന്നെ കിട്ടും അഖിൽ. കിട്ടണം എടുത്തി. നിങ്ങൾ എല്ലാവരും തരുന്ന ഈ എൻകറേജ്മെന്റിന് ഉറപ്പായും നമ്മുടെ കുടുംബത്തിന് നല്ലതുണ്ടാവും. നിനക്കെപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കൂടാ. നീ എടുത്ത എഫേർട്സ് എല്ലാം ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇന്നും ജയം നിനക്ക് തന്നെ ആയിരിക്കും. ജയിക്കുന്നത് ഞാനാണെങ്കിലും എന്നെ ജയിക്കാൻ സഹായിക്കുന്നത് നിങ്ങളെല്ലാവരും അല്ലേ. ഈ ജയവും തോൽവിയും കുറിച്ച് നീ അധികം ചിന്തിക്കേണ്ടാക്കൽ. പരിശ്രമിക്കുന്നതിലാണ് കാര്യം. നമ്മൾ എത്ര ധൈര്യത്തോടെ പോരാടുന്നു എന്നതിലാണ് കാര്യം. ടെൻഡർ നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി, ഒരിക്കലും വിഷമിക്കരുത്. ഇല്ല ഏട്ടാ, ആ ആദിത്യം നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ. നമ്മുടെ സംസ്കൃത ഈവൻസിനെ തരം താഴ്ത്തി സംസാരിച്ചവനെ ഒരു പാഠം പഠിപ്പിക്കണം. നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം.
അവൻ നമുക്കൊരു എതിരാളിയല്ലെങ്കിൽ വേറെ ഒരു കോമാളിയാണ് അവൻ. അവനെയൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കില്ലേ? അവൻ ഗ്രേറ്റ് ആണെന്നും പറഞ്ഞല്ലേ കാർത്തിക് അവൻ്റെ കമ്പനി പോയി ചേർന്നിരിക്കുന്നത്. നമ്മുടെ ശത്രു അവളിപ്പോ. കാർത്തിക എങ്ങനെയാ നമുക്ക് ശത്രുവാകുന്നെ? കാർത്തിക നിന്റെ ഭാര്യയാണ്, എൻ്റെ അനിയത്തി. അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാ. പെട്ടെന്ന് അവളെല്ലാം മനസ്സിലാക്കും. അവളൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല എടുത്തി, വേസ്റ്റാ. നിന്റെ വിജയമായിരിക്കും കാർത്തികയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരം അഖിൽ. നിന്റെ ചേട്ടന്മാരെ വെല്ലുവിളിച്ച ആദിത്യയോട് നിന്റെ വിജയത്തിലൂടെ നീ മറുപടി പറയണം. അതുകൊണ്ട് എനിക്ക് ജയിക്കണം എടുത്തി, എങ്ങനെയും ജയിക്കണം എനിക്ക്. അഭിയും ബസ്സും ഉള്ളപ്പോൾ നീ ഒരിക്കലും തോക്കില്ലെങ്കിൽ നിന്നെ ജയിപ്പിക്കുന്നത് മാത്രമല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളുണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും നീ ഡിപ്രസ്ഡ് ആവരുത്. ഇനി എന്തൊക്കെ നടന്നാലും ഭയപ്പെടരുത്. ധൈര്യമായിട്ടിരിക്കുക. നീ വളരെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അഖിൽ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനല്ലേ പറയുന്നത്, ടെൻഡർ നമുക്ക് തന്നെയാ. താങ്ക്സ് എടുത്തി. സന്തോഷത്തോടു കൂടി പോയി ടെൻഡറിൽ വിജയിച്ചിട്ട് വാ. ബെസ്റ്റ് ഓഫ് ലക്ക് ചെറിയച്ച. ഓൾ ദ ബെസ്റ്റ് ചെറിയച്ച. പോയിട്ട് വരാം എടുത്തി. പോയിട്ട് വരാം ശരി, ഭാവന. നമുക്കിറങ്ങാം. ഹലോ മിസ്റ്റർ അബ്രാം, എന്താ ടെൻഡറിന് വന്നിരിക്കുകയാണ്? അപ്പോൾ നീ എന്താ ടിഫിൻ കഴിക്കാൻ വന്നതാണോ? കാല് ശരിയല്ലെങ്കിലും നിന്റെ വായ്ക്കൊരു കുഴപ്പമില്ല. ആവശ്യമില്ലാതെ എല്ലാവരും മുമ്പിൽ വെച്ച് അടി വാങ്ങരുത് ആദിത്യ. ഛേ, എപ്പോഴും വാ അടച്ച് മിണ്ടാതിരിക്കുന്ന ഭാസ്കർ പോലും ഇപ്പൊ സംസാരിച്ചു തുടങ്ങി. എല്ലാത്തിനും കാരണം നീ അബ്രാം. നിങ്ങളൊക്കെ ഇവിടെ വന്നതേ ടൈം വേസ്റ്റാ. ചത്താലും നിങ്ങൾക്കൊന്നും ടെൻഡർ കിട്ടാൻ പോകുന്നില്ല. അത് എനിക്ക് സ്വന്തം. ഇപ്പോഴേ ഇത്രയും ആവേശം വേണോ? ടെൻഡർ കഴിഞ്ഞ ശേഷം അത് ആർക്ക് സ്വന്തമാണെന്ന് നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ ഞാൻ മുന്നേ കൂട്ടി പറയും അഭിറാം. നിന്റെ അനിയന്റെ പേരിലല്ലേ ഈ ടെൻഡർ ഇട്ടിരിക്കുന്നേ. പക്ഷെ നിന്റെ അനിയന് ഈ ടെൻഡർ കിട്ടാൻ തലയിലെഴുത്തില്ലല്ലോ അഭിറാം. ഞങ്ങളുടെ തലയിലെടുത്ത് ഡിസൈഡ് ചെയ്യാനായിട്ട് നീ ആരാടാ? ഇത് ഞാൻ ഡിസൈഡ് ചെയ്തതല്ല ഭാസ്കർ സാർ. ഓൾറെഡി ഡിസിഷൻ എടുത്ത് കഴിഞ്ഞല്ലോ. എല്ലാം ഡെസ്റ്റിനി, ആർക്കും മാറ്റാൻ കഴിയില്ല. അകത്ത് കയറി വായടച്ചിരിക്കാൻ നോക്ക്. എന്താ? എന്റെ വാക്കുകൾ കത്തി പോലെ നിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നു അഭിറാം. അന്നെന്തോ പാവം വീൽ ചെയറിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് നിന്റെ അനിയനോട് സഹതപിച്ച് സ്പോൺസേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് വന്നു. പക്ഷെ ഇന്നങ്ങനെ നടക്കില്ല. ആരെത്ര കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ടെൻഡർ കൊടുക്കും. അന്ന് സ്പോൺസേഴ്സ് വന്നു എന്ന് കരുതി ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയതല്ലേ. പക്ഷെ ഇന്ന് നിന്റെ അനിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഞാൻ തരാൻ പോകുന്ന ഷോക്കില് ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ബോഡിക്ക് കൈക്കും വായിക്കും കൂടെ സ്വാധീനമില്ലാതാകും. എടാ, ഇപ്പോൾ എൻ്റെ ഏട്ടൻ നിനക്ക് അങ്ങോട്ട് വാണിംഗ് തന്നതേ ഉള്ളൂ. എൻ്റെ അടി കൊണ്ട് ചാകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അകത്ത് കയറിയിരിക്കാൻ നോക്ക്.
ഇല്ലെങ്കിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് നാണം കെടേണ്ടി വരും. അബി, ഇവനടിക്കുന്നതും റോഡിൽ തെരുവുനായി അടിക്കുന്നതും ഒരുപോലെ. അതുകൊണ്ട് വിട്ടേക്ക്. മാറിക്കടാ. നീ എൻ്റെ കോളറി പിടിച്ചല്ലേ അഭിറാം? നിന്റെ കോട്ട് നിന്റെ വീട്ടിലുള്ളവരെ വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കി. അതിനേക്കാൾ കുറച്ച് തന്നെ ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നിങ്ങൾ 3 പേരും തമ്മിലടിച്ച് ചാകും. ടെൻഡറിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഹാർട്ട്ലി വെൽക്കം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഓപ്ഷൻ സ്റ്റാർട്ടാകും. നിങ്ങൾ എല്ലാവരും ടെൻഡർ കൊണ്ടുവന്ന് ഈ ബോക്സിൽ നിക്ഷേപിക്കുക. ഹലോ, നമുക്ക് തന്നെ കിട്ടും സാർ. മറ്റുള്ള കമ്പനികളെക്കാളും കുറഞ്ഞ കോട്ട് നമ്മുടെ തന്നെ ആയിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് നിശബ്ദരായിട്ടിരിക്കുക. ടെൻഡർ കഴിയുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വയ്ക്കുക. എന്താ ഇത്? ഇത് എന്റെ ഡ്രസ്സിന്റെ അല്ലല്ലോ. പിന്നെ ഇത് ആരുടേതായിരിക്കും? ഇതെങ്ങനെ ഇവിടെ വന്നു? അമ്മേ അമ്മേ, ഇന്ന് ഹോളിഡേ അല്ലേ? ഞാനും അനുവും എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കളിച്ചിട്ട് വരാം അമ്മേ. പ്ലീസ് അമ്മേ, ഞങ്ങളെ കളിക്കാനായിട്ട് വിടുവോ അമ്മേ? എന്താ അമ്മ ഇങ്ങനെ ആലോചിക്കുന്നേ? ഈ തുണി ആരുടേതാണെന്ന് അറിയോ നീ? ഇത് രാത്രി കാർത്തിക ചെറിയമ്മ കൊടുത്തിരുന്ന സാരിയുടെ പീസാ അമ്മേ. കാർത്തികയുടെ സാരിയോ? അപ്പോ കാർത്തിക ഇന്നലെ രാത്രി ഈ റൂമിലേക്ക് വന്നിരുന്നോ? എന്തു പറ്റി വസു? എന്ത് തുണിയാ അത്? ഇന്നലെ രാത്രി കാർത്തിക നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട്.
എന്തിന്? വസുന്ധര, ഈ ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചെടുത്ത് വെക്കണേ. പിടിക്കാം. ടെൻഡർ ഫയലിന് വേണ്ടി വന്നതായിരിക്കും. അപ്പോ ആ ഫയലിലുള്ള ടെൻഡർ കോട്ടിനെ പറ്റി അറിയാൻ വന്നതായിരിക്കോ? അതിനായിരിക്കും വന്നത് ചേച്ചി. രാത്രി കാർത്തിക നിങ്ങളുടെ റൂമിൽ വന്നപ്പോ നീയോ അബിയോ അത് അറിഞ്ഞില്ലെന്നാണോ? ഇല്ല ചേച്ചി, വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയിരുന്നു. അപ്പോ ഇന്നലെ രാത്രി എനിക്ക് എന്തോ വല്ലായ്ക്ക് തോന്നിയായിരുന്നു. പക്ഷെ കാർത്തിക് എങ്ങോട്ട് വന്നോന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഫയല് മിസ്സായിട്ടില്ലല്ലോ വസു. രാവിലെ അഖിലിന്റെ കയ്യിൽ കൊടുത്തതല്ലേ? കാർത്തിക് ഫയലിലുണ്ടായിരുന്ന കോട്ട് കണ്ടിട്ട് കോപ്പി ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ടെൻഡർ പിന്നെ നമുക്ക് കിട്ടില്ല. കാർത്തിക് നമ്മുടെ കോട്ട് ആദ്യത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെൻഡർ അവർക്ക് കിട്ടും ചേച്ചി. ഇത്രയും നാളും അഖില് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാകും. കാർത്തിക അങ്ങനെയൊക്കെ ചെയ്യുന്നാണോ? അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെ ചെയ്യാനല്ലെങ്കിൽ പിന്നെ അവളെന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നത്? ഉറപ്പായിട്ടും അവൾ ആ ടെൻഡർ ഫയലിന് വേണ്ടി തന്നെ ഈ റൂമിലേക്ക് വന്ന. നമ്മുടെ കോട്ട് കണ്ടിട്ട് അവൾ ഇവിടുന്ന് പോയത്. എത്രയും പെട്ടെന്ന് ഈ കാര്യം ഏട്ടനെ വിളിച്ച് പറയണം. കാർത്തിക ചെയ്തത് എന്താന്ന് ഏട്ടനെ അറിയിക്കണം. ടെൻഡർ നമുക്ക് കിട്ടുന്നത് പോലെ ചെയ്യണം. അനു, നീ വീട്ടിലെ വല്യമ്മയോടൊപ്പം തന്നെ നിൽക്കണം. ഞാനും അമ്മയും ഒന്ന് പുറത്തു പോയിട്ട് വരാം. വേഗം പുറപ്പെടു വസു. ടെൻഡർ കഴിയുന്നതിന് മുൻപ് നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും എത്തണം. ഉണ്ണി വാ. ടെൻഡറിന് അപ്ലൈ ചെയ്ത എല്ലാ കമ്പനികളുടെയും ഫയൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടെൻഡർ ഓപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. നാഗേന്ദ്ര ഇവന്റ്സ്,
1 crore 50 lakhs. Mudra Events Court, 1 crore 116 rupees. Ajanta Events, 1 crore 20 lakhs. ഒന്ന് വേഗം പോകൂ ചേട്ടാ. Samskriti Events, സർ 75 lakhs. ഇതുവരെ വന്ന കോട്ടിൽ ഏറ്റവും കുറവ് തുക ഇതാണ്. വെൽ ഡൺ മിസ്റ്റർ റാഖി. താങ്ക് യു സർ. Aditya Events, the quote is 74 lakhs 99,990 rupees only. ഇതുവരെ വന്നത് പരിശോധിച്ച കോട്ടിൽ സംസ്കൃതി ഇവന്റ്സ് എല്ലാവരെക്കാളും കുറഞ്ഞ തുകയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരെക്കാൾ 10 രൂപ കുറവ് കോട്ട് ചെയ്ത് ആദിത്യ ഇവന്റ്സ് കമ്പനി മുന്നിലുണ്ട്. സോ എല്ലാവരെക്കാളും കുറവ് കോട്ട് ചെയ്ത ആദിത്യ ഇവന്റ്സ് കമ്പനിയാണ് ടെൻഡറിൽ വിജയിച്ചിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ഫെയർ സാർ. ഇവർ ഞങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ ചതിച്ച് ടെൻഡർ സ്വന്തമാക്കാനുള്ള പ്ലാനാണ് ഇവരുടേത്. ഞാൻ എന്തിനാ ഭാസ്കർ സാർ നിങ്ങളെ ചീറ്റ് ചെയ്യണം? നിങ്ങൾ കോട്ട് ചെയ്തതുപോലെ ഞാനും കോട്ട് ചെയ്തു. ഇതില് ചതി എവിടെയാ ഉള്ളത്? ഇത് ചതിയല്ലാതെ ഞങ്ങളുടെ കോട്ടിനേക്കാൾ ജസ്റ്റ് 10 രൂപ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെ ടെൻഡർ പിടിക്കാൻ പറ്റി? ഞങ്ങളുടെ കോട്ട് മനസ്സിലാക്കി ചീറ്റ് ചെയ്തിരിക്കുക. അൺഫെയർ എന്ന് പറഞ്ഞ ഇതാണ് സാർ. അവര് കോട്ട് ചെയ്തത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എന്നോട് പറഞ്ഞിട്ടാണോ അവർ കോട്ട് ചെയ്തിരിക്കുന്നത്? നീ എന്തോ ഗാംബ്ലിംഗ് നടത്തിയിട്ടുണ്ട് ടെൻഡർ അട്ടിമറിക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്ക്. നിനക്ക് തരം താഴാൻ ഒരു മടിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞാനൊരു ബിസിനസ് മാനാണ് അഖിൽ, ക്രിമിനൽ അല്ല. എനിക്കും നിങ്ങൾക്കും സെയിം ഫിഗർ വന്നിരിക്കാം. പക്ഷെ അതിന് ഞാൻ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സർ, അവരുടെ ഡിസൈനേക്കാളും ഞങ്ങളുടെ ഡിസൈനാണ് ബെറ്റർ ആയിട്ടുള്ളത്. അവർക്ക് ഞങ്ങൾക്കും 10 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ടെൻഡർ ഞങ്ങൾക്ക് തന്നെ തരണം. സോറി, ഞങ്ങളുടെ റൂൾസ് പ്രകാരം 1 രൂപ കുറവ് കോട്ട് ചെയ്താലും അവർക്ക് ടെൻഡർ പോയി ചേരുകയുള്ളൂ. അതുകൊണ്ട് ഈ ടെൻഡർ ആദിത്യ ഇവന്റ്സിന് തന്നെ ചെന്നു ചേരും. റൂൾസ് അറിയാതെയാണെന്ന് തോന്നുന്നു ടെൻഡറിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഈവൻസ് കൊടുത്താൽ അവരെങ്ങനെയായിരിക്കും സാർ ചെയ്യുന്നത്? ഉടനെ തന്നെ ഈ ടെൻഡർ എനിക്കാണെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്യൂ സാർ. ഓക്കെ മിസ്റ്റർ ആദിത്യ, റൂൾസ് പ്രകാരം മറ്റുള്ളവരെക്കാൾ കുറവ് കോട്ട് ചെയ്ത നിങ്ങൾക്ക് ഈ ടെൻഡർ. എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്.